ഷോർ ഓഫ് ഗ്രേസിൻ്റെ 10ാമത്തെ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ ദിവസം ലോകം മുഴുവൻ ക്രിസ്മസ് ആഘോഷിക്കുന്ന ദിവസമാണ്. ക്രിസ്മസ് അത് ആഘോഷമാക്കേണ്ടത് തന്നെയാണ്. എന്നാൽ ആർക്കാണ്, എങ്ങനെയാണ് എന്നൊക്കെ നമുക്കൊന്ന് ചിന്തിക്കാം. ദൈവത്തിൻ്റെ പുത്രനായ യേശുനാഥൻ്റെ ജനനം, അതാണല്ലോ ഈ ക്രിസ്മസ് എന്ന് പറയുന്നത്. ഇന്ന് ഞങ്ങൾ പാടുന്ന ഈ ഗാനത്തിൽ പറയുന്നത് ദൈവത്തിൻ്റെ പുത്രനായ യേശുനാഥൻ ഈ ഭൂമിയിൽ വന്ന് പിറന്നത് സ്നേഹിപ്പാനും ക്ഷമിപ്പാനും സൗഖ്യം നൽകാനും ആണ് എന്നാണ്. ഗോഡ് സെൻഡ് ഹിസ് സൺ എന്ന ഇംഗ്ലീഷ് ഗാനം അത് ഒറിജിനലായി എഴുതിയത് ബില്ലി ഗ്രഹാമിൻ്റെ മ്യൂസിക് ടീമിൻ്റെ ലീഡറായിരുന്ന ഗെയ്തറിൻ്റെ പത്നിയായ ഗ്ലോറിയ ഗെയ്തറാണ്. ഇത് വളരെ പഴയ ഒരു ഗാനമാണെങ്കിലും നമ്മുടെ ഇടയിൽ അത് പ്രചാരം നേടിയത് മിഷണറിയായ ഗ്രഹാം സ്റ്റെയിനും 2 മക്കളും ക്രിസ്തു വിരോധികളുടെ എതിർപ്പിനാൽ അഗ്നിക്കിരയായി മരിച്ച സംഭവത്തെ തുടർന്നാണ്. മരണപ്പെട്ട മിഷണറിയുടെ ഭാര്യയായ ഗ്ലാഡിസ് സ്റ്റെയിൻസിനോട് പത്രപ്രവർത്തകർ ചോദിച്ചു, നിങ്ങളുടെ ഇനിയുള്ള പരിപാടികൾ എന്താണ്? ഭർത്താവും മക്കളുമൊക്കെ പോയല്ലോ, നിങ്ങളുടെ ഭാവി ഇനി എന്താണ് എന്നൊക്കെ ചോദിച്ചപ്പോൾ ആ ധീരയായ വനിത തൻ്റെ ഓർമ്മയിൽ ഉണ്ടായിരുന്ന പഴയ ഒരു ഗാനത്തിൻ്റെ ചില വരികൾ പാടുകയായിരുന്നു. ഇതായിരുന്നു ആ ഗാനം. Because he lives, I can face tomorrow. Because he lives, all fear is gone. Because I know, yes I know, he holds the future, and life is worth the living just because he lives. താൻ വാഴുകയാൽ ആകുലമില്ല, നാളെയെന്ന ഭീതിയില്ല എന്ന്. ഈ ഗാനം ഇംഗ്ലീഷിൽ നിന്നും നമ്മുടെ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തത് എൻ്റെ പ്രിയ സ്നേഹിതനായ പാസ്റ്റർ സാംസൺ കോട്ടൂരിൻ്റെ ഭാര്യയായ റോണ കോട്ടൂരാണ്. അനേക ദൈവമക്കളെ ഉറപ്പും ധൈര്യവുമുള്ളവരാക്കുവാൻ ഈ ഗാനത്തിന് ഇപ്പോഴും കഴിയുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തു മനുഷ്യവർഗത്തിൻ്റെ പാപ പരിഹാരത്തിനായി ഭൂമിയിൽ മനുഷ്യനായി ജനിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം നാൾ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു, ഇന്നും ജീവിക്കുന്നു. ഇനിയും തന്നെ കാത്തിരിക്കുന്നവരെ, തൻ്റെ മക്കളെ ചേർക്കാൻ വീണ്ടും വരുവാനായിട്ട് പോകുന്നു. ഇത് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റു പറയുമ്പോൾ കർത്താവിൻ്റെ മകനും മകളുമായി തീരുന്നു എന്നുള്ളതാണ് യഥാർത്ഥമായ സത്യം. അപ്പോഴാണ് യഥാർത്ഥ ക്രിസ്തുമസ് നമ്മിൽ ആരംഭിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൽ യേശു കർത്താവ് വന്ന് ജനിക്കുന്ന സമയം, ആ ഭാഗ്യാവസ്ഥയിൽ എത്തപ്പെട്ടിട്ടുള്ളവർ പറയും, താൻ വാഴുകയാൽ എനിക്ക് ആകുലമില്ല. ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും ഈ അവസ്ഥയിൽ അല്ല എങ്കിൽ സ്വന്തം ഹൃദയത്തിൽ, ജീവിതത്തിൽ യേശു കർത്താവിന് പ്രഥമ സ്ഥാനം കൊടുത്ത് ജീവിതത്തിൻ്റെ കർത്തൃത്വം യേശുവിന് കൊടുക്കാം. യേശു കർത്താവ് ഹൃദയത്തിൽ വാസം ആരംഭിക്കട്ടെ. അങ്ങനെ ആയിട്ടുള്ളവർക്ക്, ആഗ്രഹിക്കുന്നവർക്ക് ഈ ഗാനം ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സഹോദരൻ പ്രസാദ് കറുകയിൽ. ദൈവത്തിൻ പുത്രനാം യേശു ഭുജാതനായി സ്നേഹിപ്പാൻ ക്ഷമിപ്പാൻ സൗഖ്യം നൽകിയിടുവാൻ ജീവിച്ചു മരിച്ചവൻ എന്നെ രക്ഷിപ്പാനായി ഇന്നും ജീവിക്കുന്നവൻ എന്നെ കരുതാൻ. ദൈവത്തിൻ പുത്രനാം യേശു ഭുജാതനായി സ്നേഹിപ്പാൻ ക്ഷമിപ്പാൻ സൗഖ്യം നൽകിയിടുവാൻ ജീവിച്ചു മരിച്ചവൻ എന്നെ രക്ഷിപ്പാനായി ഇന്നും ജീവിക്കുന്നവൻ എന്നെ കരുതാൻ. താൻ വാഴുകയാൽ ആകുലമില്ല, നാളെയെന്ന ഭീതിയില്ല.
വേണ്ട ആശ്രയമേകാൻ തൻ കരങ്ങൾ പിൻപിലുണ്ട്. തൻ വഴികൾ സമ്പൂർണമല്ലോ, ദോഷമായി ഒന്നും താതൻ ചെയ്യുകയില്ലല്ലോ. ആധി വേണ്ട ആശ്രയമേകാൻ തൻ കരങ്ങൾ പിൻപിലുണ്ട്. തൻ വഴികൾ സമ്പൂർണമല്ലോ, ദോഷമായൊന്നും താതൻ ചെയ്യുകയില്ലല്ലോ. താൻ വാഴുകയാ ആകുലമില്ല, നാളെ എന്ന ഭീതിയില്ല. ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ ആയത്ര ധന്യമേ ഈ ലോക ജീവിതം. താൻ വാഴുകയാ ആകുലമില്ല, നാളെ എന്ന ഭീതിയില്ല. ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ ആയത്ര ധന്യമേ ഈ ലോക ജീവിതം. അനാഥനല്ല ഞാൻ, അശരണനല്ല ഞാൻ, അവകാശിയാണു ഞാൻ, പരദേശിയാണു ഞാൻ. അത്യുന്നതൻ തൻ തിരുമാർവിൽ നിത്യവും ചാരിടും ഞാൻ എത്ര മോദമായി. അനാഥനല്ല ഞാൻ, അശരണനല്ല ഞാൻ, അവകാശിയാണു ഞാൻ, പരദേശിയാണു ഞാൻ. അത്യുന്നതൻ തൻ തിരുമാർവിൽ നിത്യവും ചാരിടും ഞാൻ എത്ര മോദമായി. താൻ വാഴുകയാ ആകുലമില്ല, നാളെ എന്ന ഭീതിയില്ല. ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ ആയത്ര ധന്യമേ ഈ ലോക ജീവിതം. താൻ വാഴുകയാ ആകുലമില്ല, നാളെ എന്ന ഭീതിയില്ല. ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ ആയത്ര ധന്യമേ ഈ ലോക ജീവിതം.